DJI ഏറ്റവും അതായത് വേണമെങ്കിൽ ഗെയിം ചേഞ്ചർ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ഒരു പ്രൊഡക്റ്റാണ് ഈ സംഭവം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കണ്ണും പൂട്ടിയെടുക്കാവുന്ന ഒരു സംഭവമാണ്. ബട്ട് വില എന്ന് പറയുമ്പോൾ ഏകദേശം 1,00,000 മേളിൽ വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ ഒരു ഇത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബട്ട് അതിനുള്ള വെർത്തുണ്ട് ഈ സംഭവം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ DJIയുടെ ഏറ്റവും പുതിയ ഡ്രോണായ DJI Air 3S അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു ബോക്സാണ് നമുക്ക് കിട്ടുന്നത്. ആ ബോക്സിൻ്റെ അകത്ത് ഇങ്ങനൊരു ബോക്സാണ് വരുന്നത്. ഈ ഒരു ബോക്സിൻ്റെ അകത്ത് നമുക്ക് ആക്സസറീസ് അതുപോലെ തന്നെ കൺട്രോളറുടെ കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് നമുക്കൊരു ഡ്രോണ്, ഇതാണ് DJI Air 3S. അപ്പം ഇതാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് കൺട്രോളർ അതുപോലെ തന്നെ ആക്സസറീസ് കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ DJI Air 3S. നമുക്കിവിടെ മാറ്റി വെക്കാം. പിന്നെ ഞാൻ നോർമൽ കൺട്രോളാണ് വാങ്ങിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോർമൽ കൺട്രോൾ വെച്ച് നമുക്ക് ഫോൺ വെച്ച് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആക്സസറീസിൻ്റെ അകത്ത് നമുക്ക് ഓൾറെഡി നമുക്കൊരു കേബിൾ വരുന്നുണ്ട്. അത് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഫോൺ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഓൾറെഡി DJIയുടെ തന്നെ RC കൺട്രോളുണ്ട്. Air 3S DJI RC കൺട്രോളുമായിട്ട് കണക്റ്റ് ആവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ കൺട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നോർമൽ കൺട്രോളാണ് വാങ്ങിച്ചത്. എനിക്ക് ഏത് രീതിയിലും നോർമൽ കൺട്രോൾ വെച്ച് വേണമെങ്കിലും അതല്ല RC കൺട്രോൾ വെച്ച് വേണമെങ്കിലും എനിക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ആ നോർമൽ കൺട്രോൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരല്പം വില കുറവുണ്ടായിരിക്കും. അതുപോലെ തന്നെ RC കൺട്രോൾ ആണെന്നുണ്ടെങ്കിൽ ഒരല്പം വില കൂടുതലായിരിക്കും. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. നോർമൽ കൺട്രോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ വെച്ച് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഇതാണെന്നുണ്ടെങ്കിൽ ഇൻബിൽറ്റായിട്ട് നമുക്ക് ഡിസ്പ്ലേ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഗിംബൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ DJI Air 3S. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 45 മിനിറ്റ്സാണ് സിംഗിൾ ബാറ്ററിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഓംനി ഡയറക്ഷനിൽ നമുക്ക് ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് സെൻസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നൈറ്റ് വിഷന്. അപ്പോൾ ഫ്രണ്ട്സ്, ആക്സസറീസിൻ്റെ അകത്ത് നമുക്ക് വരുന്നത് നമുക്കൊരു C2C കേബിളാണ് വരുന്നത്. അതുപോലെ തന്നെ നോർമൽ കൺട്രോളർ, ഞാൻ നോർമൽ കൺട്രോളാണ് മേടിച്ചത്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് RC2 കൺട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഇതുമായിട്ട് കണക്റ്റ് ആവും. അതുകൊണ്ട് ഞാൻ നോർമൽ കൺട്രോളാണ്. അപ്പോൾ ഒരല്പം വില കുറവുണ്ടായിരുന്നു. സോ നോർമൽ കൺട്രോൾ വേണമെന്നവർക്ക് നോർമൽ കൺട്രോൾ വാങ്ങാം. അതല്ല നമുക്ക് RC കൺട്രോൾ വേണമെന്നുള്ള ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. പിന്നെ ആക്സസറീസ് കിറ്റിൻ്റെ അകത്ത് സാധാരണ നമ്മൾ ഡ്രോൺ വാങ്ങുമ്പോൾ ഈ മിനി ഡ്രോൺസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് പ്രൊപ്പല്ലറും കാര്യങ്ങളൊക്കെ ഫിക്സ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇത് മിനി 4 Pro ആണ്. ബട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഡ്രോൺ മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ പ്രൊപ്പലേഴ്സും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം കാണിക്കാം. സാധാരണ നമ്മൾ ഡ്രോണിൻ്റെ പ്രൊപ്പലേഴ്സ് വെക്കുന്നതിന് സ്ക്രൂ ഡ്രൈവറും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു സ്പ്രിങ് ആണ്. ആ ഒരു സ്പ്രിങ് നമ്മൾ പ്രോപ്പറായിട്ട് വെച്ചതിന് ശേഷം പ്രസ് ചെയ്ത് തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് പ്രൊപ്പലേഴ്സ് ഫിക്സ് ആവും. മറ്റേ നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ച് തിരിച്ച് വേണം പ്രൊപ്പലേഴ്സ് കണക്ട് ചെയ്യാനായിട്ട്. ഇതുപോലെ തന്നെ റിമൂവ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്യുക, അതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ റിമൂവ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ Air 3S. ഞാൻ ജസ്റ്റ് പ്രൊപ്പലറും കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ലുക്കാണ് വരുന്നത്. അത്യാവശ്യം നല്ല സൈസാണ്. വെയിറ്റ് ഏകദേശം 1/2 കിലോ കൂടുതൽ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും ഉണ്ട്. ഇതാണ് സെൻസർ വരുന്നത്. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ലൈറ്റ് വരുന്നുണ്ട് ലാൻഡിങ്ങിന് വേണ്ടി. കാരണം രാത്രി ലാൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഫ്രണ്ടിൽ 2 സെൻസർ, അതുപോലെ തന്നെ ബാക്കിൽ 2 സെൻസർ, അതുപോലെ തന്നെ താഴെയും 2 സെൻസറും കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. നോർമൽ കൺട്രോൾ മൊബൈൽ വെച്ചാണ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ കണക്ട് ചെയ്യാനായിട്ടൊരു കേബിളുണ്ട്, C2C കേബിളുണ്ട്. അതല്ല നമുക്ക് ഐഫോൺ പഴയ ടൈപ്പുള്ള ഐഫോണാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ഒരു കേബിൾ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. നമ്മൾ DJIയുടെ എല്ലാ പ്രൊഡക്റ്റും ഓൺ ചെയ്യുന്ന പോലെ തന്നെ 2 പ്രാവശ്യം പ്രസ് ചെയ്യുക.
അതിൻ്റെ ബാറ്ററി അല്പം ലോ ആണ്, പുതിയ ജസ്റ്റ് ഓപ്പൺ ചെയ്തോളൂ. അപ്പോൾ ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കി അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. നമുക്ക് ബാറ്ററി ഊരാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ബട്ടണാണുള്ളത്. ഇത് പ്രസ് കഴിഞ്ഞ് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ബാറ്ററി ഊരെടുക്കാം. അത്യാവശ്യം നല്ല വെയിറ്റുള്ള ബാറ്ററിയാണ്. ഏകദേശം 45 മിനിറ്റ്സ് ആണ് അതിൻ്റെ ബാറ്ററി. 45 മിനിറ്റ്സ് ആണ് ഫ്ലൈങ് ടൈം പറയുന്നത്. നമുക്ക് 45 മിനിറ്റ്സ് കിട്ടിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 30 to 35 മിനിറ്റ്സ് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ബട്ട് ഇത് അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റെബിലിറ്റിയുടെ കാര്യം നമുക്ക് വേറെ ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ. ഇപ്പം മിനി 4 Pro ആണെങ്കിലും അല്ലെങ്കിൽ മിനി ഐറ്റംസ് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. 250 ഗ്രാമിൽ താഴെ ആണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളുള്ളൊരു സംഭവമാണ്. ബട്ട് ഇതെന്ന് വെക്കുമ്പോഴത്തേക്ക് മോർ ദാൻ 500 ഗ്രാം ആയി കഴിയുമ്പോൾ തന്നെ ബാറ്ററിയുടെ വെയിറ്റും അതുപോലെ തന്നെ ഡ്രോണിൻ്റെ വെയിറ്റും മൊത്തത്തിൽ ഏകദേശം 1/2 കിലോ കൂടുതൽ വരുന്നതുകൊണ്ട് തന്നെ നല്ല സ്റ്റെബിലിറ്റിയും കാര്യങ്ങളുണ്ട്. Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways. അപ്പോൾ ഫ്രണ്ട്സ്, അത്യാവശ്യം എന്താ പറയുക, മറ്റുള്ള ഡ്രോണിനെ വെച്ച് നോക്കുമ്പോൾ സൗണ്ട് വളരെ കുറവാണ്. മിനി ഡ്രോണുകളെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഒരു അല്പം സൗണ്ട് ഉണ്ട്. ബട്ട് എങ്കിലും മറ്റുള്ള ഡ്രോണുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സൗണ്ട് വളരെ കുറവാണ്. അടി സെൻസർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കൈ വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിങ്ങനെ വെള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കും, സെൻസർ ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, 1 inch CMOS പ്രൈമറി ക്യാമറയാണ് വരുന്നത്. അതുപോലെ തന്നെ ഡ്യുവൽ ക്യാമറ 4K 60 FPS, അതുപോലെ തന്നെ HDR വീഡിയോ ആൻഡ് 14 സ്റ്റോപ്സ് ഓഫ് ഡൈനാമിക് റേഞ്ച്. അത്രയും കാര്യങ്ങളൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. നൈറ്റ് ടൈമിലുള്ള സെൻസറിങ് എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളത് പ്രത്യേകിച്ച് നമ്മൾ കൺട്രോളർ യൂസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ റിട്ടേൺഡ് ഹോം എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ, റിട്ടേൺഡ് ഹോം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും, അതായത് നെക്സ്റ്റ് ജനറേഷൻ സ്മാർട്ട് റിട്ടേൺഡ് ഹോം എന്നാണ് അതിൻ്റെ തന്നെ ഒരു അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നേരത്തെ DJIയുടെ മിനി 4 ഉണ്ടായിരുന്ന സമയത്ത് റിട്ടേൺഡ് ഹോം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്രീൻ ലൈൻ ഡയറക്റ്റ് ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ടും വരുന്ന വഴിക്ക് എന്തെങ്കിലും ഒബ്സ്ട്രക്കിൾസ് ഉണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്ത് ആ ഒരു പാത്ത് ക്ലിയർ ചെയ്ത് വരുന്ന ഒരു രീതി തന്നെ നമുക്ക് അതിൻ്റെ തന്നെ കാണാൻ പറ്റും. Air 3 ആയിരുന്നപ്പം 1.3 CMOS സെൻസർ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്, വൈഡ് ആംഗിൾ ക്യാമറ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ബട്ട് ഇതിനകത്ത് വേണ്ടിയേക്ക് 1 inch CMOS വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. 3Sഉം 3 രണ്ടും 4K 60 FPS, അതുപോലെ തന്നെ സ്ലോ മോഷൻ ആണെങ്കിൽ 4K 120 FPS, അതുപോലെ തന്നെ Air 3-ക്കകത്താണെങ്കിൽ 48 മെഗാപിക്സൽ, ഇതിൻ്റെ അകത്ത് 50 മെഗാപിക്സൽ. Air 3 ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 46 മിനിറ്റ്സ് ആണ് അവർ പറയുന്ന ഫ്ലൈറ്റ് ടൈം, ഇതിൻ്റെ അകത്ത് 45 മിനിറ്റ്സ്. പിന്നെ സെൻസറിങ് പറയുകയാണെങ്കിൽ ഓംനി ഡയറക്ഷണൽ ഒബ്സ്ട്രക്കിൾ അവോയ്ഡൻസ് ആൻഡ് സെൻസറിങ് ആയിരുന്നു Air 3-ക്കകത്തുണ്ടായിരുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ നൈറ്റ് സ്കേപ്പ് ഓംനി ഡയറക്ഷണൽ ഒബ്സ്ട്രക്കിൾ സെൻസറിങ് ആണ് അവർ പറയുന്നത്. പിന്നെ ട്രാൻസ്മിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Air 3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പം 20 കിലോമീറ്റർ തന്നെയാണ് രണ്ടിനും പറയുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ Air 3-ക്കകത്ത് ഏകദേശം 8 GB ആയിരുന്നു മെമ്മറി ഉണ്ടായിരുന്നത്. ഇതിൻ്റെ അകത്ത് 42 GB മെമ്മറി വരുന്നുണ്ട്. അതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ ഇമേജ് ക്വാളിറ്റി അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റിയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് അതായത് അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ട്. ബാറ്ററി തന്നെ ഓൾമോസ്റ്റ് 270 ഗ്രാം ഓളം വരുന്നുണ്ട്. സിംഗിൾ ബാറ്ററിയിൽ ഓൾമോസ്റ്റ് എനിക്കൊരു 35 മിനിറ്റ്സോളം എനിക്ക് പറത്താൻ പറ്റി എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കാരണം 45 മിനിറ്റ്സാണ് അവർ പറയുന്നത്. DJI ഏറ്റവും അതായത് വേണമെങ്കിൽ ഗെയിം ചേഞ്ചർ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ഒരു പ്രൊഡക്റ്റാണ് ഈ സംഭവം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കണ്ണും പൂട്ടിയെടുക്കാവുന്നൊരു സംഭവമാണ്. ബട്ട് വില എന്ന് പറയുമ്പോൾ ഏകദേശം 1,00,000 മേളിൽ വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ ഒരു ഇതൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബട്ട് അതിനുള്ള വെർത്തുണ്ട് ഈ സംഭവം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. DJI Air 3യുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഒരു അടിപൊളി സംഭവമാണ് DJI Air 3S. സോ ആർക്കെങ്കിലും വാങ്ങാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കണ്ണും പൂട്ടി എടുക്കാവുന്നൊരു സംഭവമാണ് DJI Air 3S. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ഐ എം സൈനിങ് ഓഫ്. ബൈ.